എല്ലാവർക്കും ലെഡിനോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിപ്ലോമയും ബിടെക്കും ഒക്കെ കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിന് ഏതൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത് എന്നറിയാത്തവരായും ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഡിപ്ലോമ, ബിടെക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഒരു ഗവൺമെന്റ് ജോബ് നേടിയെടുക്കാൻ. പക്ഷെ കൃത്യമായി പരീക്ഷകളെ കുറിച്ച് അറിയുകയും ആ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് അറിയുകയും ഒപ്പം തന്നെ കൃത്യമായി പഠനവും ഇതിനാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആദ്യം എക്സാംസ് എന്നുള്ളത് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പറയുകയാണെങ്കിൽ RRB പരീക്ഷകൾ, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എക്സാംസ്. RRBയിൽ നമുക്ക് ടെക്നിക്കൽ മാത്രമല്ല നോൺ ടെക്നിക്കൽ പരീക്ഷകളും ഉണ്ട്. ഇപ്പൊ ടെക്നിക്കൽ എക്സാംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RRB JE, അതേപോലെ തന്നെ RRB ALP, RRB ടെക്നീഷ്യൻ എക്സാംസ്, അതിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ സെപ്പറേറ്റ് എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ടെക്നിക്കൽ എക്സാംസ്, അതായത് ഡിപ്ലോമ ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാൻ പറ്റുന്ന എക്സാംസ് ആണ്. അല്ലാതെ RRBയിൽ നമുക്ക് ഗ്രൂപ്പ് ഡി, NTPC തുടങ്ങിയ പരീക്ഷകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എക്സാംസ് നമ്മൾ കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് RRBയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമ്മൾ അതിൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് എക്സാം വിളിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി ഈ പറഞ്ഞ പരീക്ഷകൾക്കൊക്കെ തന്നെ കൃത്യമായ സിലബസ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ പഠിച്ച് എക്സാം എഴുതും. നമുക്കറിയാം ഏറ്റവും അധികം ജോബ് ഓഫർ ചെയ്യുന്നതാണ് റെയിൽവേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കൃത്യമായ പഠനം ആവശ്യമാണ്, നല്ല കോമ്പറ്റീഷനും വരുന്നുണ്ട്. RRB പോലെ തന്നെ വരുന്ന മറ്റൊരു എക്സാം ഇപ്പോൾ SSC എക്സാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ SSCയിൽ തന്നെ ടെക്നിക്കൽ എക്സാം എന്ന് പറയുന്നത് SSCയുടെ JE എക്സാം ഉണ്ട്. ഇതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ടാണ് ഇപ്പൊ എക്സാം. ഇപ്പൊ സിവിൽ കഴിഞ്ഞവർക്ക്, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക്, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക്, അപ്പൊ അതിൽ ഏതൊക്കെ പരീക്ഷകളാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. RRB പിന്നെ അതേപോലെ തന്നെ SSC. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയിൽ വരുന്ന ടെക്നിക്കൽ പരീക്ഷകളാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിൽ കഴിഞ്ഞവർക്കും, സിവിൽ എഞ്ചിനീയറിംഗ്, അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് കൂടുതൽ എക്സാംസ് വരുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാഞ്ചസിനും പരീക്ഷകളുണ്ട്. ഇപ്പം അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ഓവർസിയർ, അതിൽ തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ എക്സാംസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ട്രിപ്പിൾ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അധികം പോസ്റ്റുകളിൽ എക്സാം നടക്കുന്നുണ്ട്. ഇനി ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ, അതിൽ ചിലത് ITI ക്വാളിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, പോളിടെക്നിക് ലെക്ചറർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ ITI മുതൽക്ക് ഡിപ്ലോമ, ഡിഗ്രി ലെവലുകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ പരീക്ഷകളും സിവിലുകാർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വരുമ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ടീച്ചിങ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോൺസ്ട്രേറ്റർ ആണെങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിലും പോളിടെക്നിക് ലെക്ചറർ പരീക്ഷകളൊക്കെ ആ ടൈപ്പിൽ വരുന്നതാണ്. അത് കൂടാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പരീക്ഷകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കേരള PSCയുടെ പരീക്ഷകൾ. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് PSCയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃത്യമായി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് നമ്മൾ ONGCയിലും ഗെയിലിലും NTPC, ബെല്ല് ഇതിലൊക്കെ ഉള്ള അവസരങ്ങളാണ്. അപ്പൊ അതിൽ കൂടുതലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഗേറ്റ് എക്സാം വഴിയാണ് ഇതിലൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുക. ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള പല കമ്പനീസിലേക്കും കോൾ ഫോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് എടുക്കുന്നത്. അതിനുശേഷം ചിലപ്പോൾ അവിടെ ടെസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള നിയമനം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ BTech കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഗേറ്റ് എക്സാം എഴുതി നിങ്ങൾ ഒരു വാലിഡ് ഗേറ്റ് സ്കോർ കരസ്ഥമാക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പബ്ലിക് സെക്ടർ കമ്പനീസിലേക്കൊക്കെ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഉള്ളത് ISROയുടെ എക്സാം ആണ്. ISROയിലാണെങ്കിൽ നമ്മൾ അതിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റുകളിൽ, അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും സെപ്പറേറ്റ് ആയിട്ട് വിളിക്കും. അപ്പൊ അതിന് ISRO സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തുന്നുണ്ട്. അതിൽ ഇത് പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് നമ്മളെ എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി ഇന്റർവ്യൂ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വിവിധ മേഖലകളിലായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇത് അറിയാന്നുള്ളതാണ്. ഇപ്പം കേരള PSCയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു എക്സാം
വിളിച്ചു കഴിഞ്ഞാൽ, എക്സാം വിളിച്ച് നമുക്കൊരു മാസത്തോളം നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ഏത് സ്ലോട്ടിൽ പരീക്ഷ നടക്കും എന്നുള്ളത് PSC പറയും. ഇപ്പൊ 2025 ജനുവരിയിലാണെങ്കിൽ ജനുവരിയുടെ ഒരു കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് സ്ലോട്ടിലാണ് എക്സാം എന്ന് അറിയാം. മിക്കവാറും ഒരു 5-6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് പരീക്ഷ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 2-3 മാസം ആ സമയത്തേക്ക് നമുക്ക് സിലബസ് അവൈലബിൾ ആവും. സിലബസ് അനുസരിച്ച് നമ്മൾ കൃത്യമായി പഠിച്ച് വേണം പരീക്ഷ എഴുതാൻ. പലപ്പോഴും നമ്മളിപ്പോ ഈ സിലബസ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എക്സാമിനോട് അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് പല കുട്ടികളും ചോദിക്കുന്നത്, ഈ എക്സാമിന് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് അറിയില്ല ഈ പരീക്ഷയ്ക്ക് ഓരോ എക്സാമും വിളിച്ച് അപ്ലൈ ചെയ്ത് അതിനുശേഷം കൺഫർമേഷൻ കൊടുത്ത് വേണം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ എന്നുള്ളത്. അത് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. ഓരോ പരീക്ഷയും വിളിക്കുന്ന സമയമുണ്ട്, അപ്ലൈ ചെയ്ത് നമ്മൾ അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സും, ഇപ്പോൾ PSCയുടെ ആണെങ്കിൽ അത് കൺഫർമേഷൻ കൊടുത്ത് എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെന്റർഷിപ്പ് ആണ് ഫസ്റ്റ് വേണ്ടത്. ലേണിനോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നിക്കൽ PSC എക്സാംസിന്റെ അപ്ഡേറ്റ്സിന് മാത്രമായി നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ തരാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഓരോ പരീക്ഷയും, അത് കേരള PSCയുടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RRBയുടെ ആണെങ്കിലും SSCയുടെ ആണെങ്കിലും ഒക്കെ പരീക്ഷകളുടെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് എക്സാം ഡേറ്റ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു എക്സാമും നിങ്ങൾക്ക് മിസ് ചെയ്ത് പോവില്ല. ഓക്കെ, അപ്പൊ പരീക്ഷകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റൊന്ന്, എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ സിലബസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ സിലബസ് കാര്യങ്ങൾ നമ്മൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിന്റെ സിലബസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള സപ്പോർട്ടുകളെല്ലാം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു കോച്ചിങ് നമ്മൾ എടുക്കണം. ഇന്ന് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോച്ചിങ് എടുക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് ഇപ്പൊ ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ, ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ ഒക്കെ പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓൺലൈനായിട്ട് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേണിനോ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളുടെ കോച്ചിങ് ആണ് ലേണിനോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രേഡ്സ്മാൻ ആണെങ്കിലും ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, പോളിടെക്നിക് ലെക്ചറർ തുടങ്ങിയിട്ടുള്ള ITI മുതൽ ഡിഗ്രി വരെയുള്ള പരീക്ഷകളുടെ എല്ലാം കോച്ചിങ് നമ്മൾ ലേണിനോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് അതിന്റെ വാലിഡിറ്റി നോക്കി അതിന് ജോയിൻ ചെയ്യുക. കൃത്യമായി നമ്മളുടെ മെന്റർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ് കൂടെ നിങ്ങൾ എടുത്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്യുക ആദ്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ടൈം നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ അപ്പൊ തന്നെ അത് കിട്ടണം നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും ഒരിക്കലും പിന്മാറരുത്. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയൂ എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കുക. കാരണം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇന്ന് ഇപ്പൊ ഗവൺമെന്റ് ജോബിന് നമുക്കറിയാം, ഗവൺമെന്റ് ജോബിന് ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തതും ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ ഓൺലൈൻ കോച്ചിങ് ഒക്കെ വന്നതോടുകൂടി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ ആ എക്സാം ടൈമിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കൂടുതൽ സമയം മാറ്റിയിരുന്നൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ട് പോലും കോച്ചിങ് എടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ആ പ്രിപ്പറേഷൻ കൃത്യമായി നമ്മൾ കൊണ്ടുപോകണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ PSC പരീക്ഷ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് എഴുതിയാൽ കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ എഴുതിയെടുക്കുന്നവരുടെ കാര്യവും അവർ കൃത്യമായി അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം അവർ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവർക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മെന്റർഷിപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായ ഏതൊരു ട്രാക്കിൽ പഠിക്കണം എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കോച്ചിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. സോ ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞവർക്കുള്ള ഗവൺമെന്റ് ജോബ് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.
സോ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.